നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രതിഭാസമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഒരു തമാശയായി തുടങ്ങിയ ഓൺലൈൻ പ്രസ്ഥാനം ഇന്ന് കോടിക്കണക്കിന് യുവാക്കളുടെ വികാരമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വമ്പൻ പ്രചരണ യന്ത്രങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഈ കൂട്ടായ്മ ഇപ്പോൾ അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന ആരോപണവും എക്സ് അക്കൗണ്ട് നിയന്ത്രിക്കപ്പെട്ടുവെന്ന വിവാദവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നിലെ കാരണം വളരെ ഗൗരവമുള്ളതാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, രാഷ്ട്രീയ അവഗണന, യുവജനങ്ങളുടെ നിരാശ, ഇതൊക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയത്തിന് പിന്നിലെ യഥാർത്ഥ ശക്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ചെന്ന വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ആ അപമാനത്തെ പ്രതിഷേധത്തിന്റെ ചിഹ്നമാക്കി മാറ്റുകയായിരുന്നു സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. നിങ്ങൾ ഞങ്ങളെ കോക്രോച്ച് എന്ന് വിളിച്ചാൽ അതേ പേരിൽ ഞങ്ങൾ ഒരു പ്രസ്ഥാനം തീർക്കുമെന്ന വെല്ലുവിളിയായിരുന്നു അതിന്റെ അടിസ്ഥാനം. ഈ പാർട്ടി എന്തുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ഇത്ര വലിയ സ്വീകാര്യത നേടിയത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയൊരു രാഷ്ട്രീയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒരുപോലെ നിരാശയുള്ള വലിയൊരു വിഭാഗം യുവാക്കൾക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വേദി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി അതാണ് മുന്നോട്ട് വെച്ചത്. തമാശയും മീമുകളും ഉപയോഗിച്ചെങ്കിലും അതിനു പിന്നിൽ പറഞ്ഞത് തൊഴിലില്ലായ്മ, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, മാധ്യമ നിയന്ത്രണം, കോർപ്പറേറ്റ് സ്വാധീനം, രാഷ്ട്രീയ അഴിമതി തുടങ്ങിയ അതീവ ഗൗരവമുള്ള വിഷയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇത് വെറും ട്രെൻഡായി നിൽക്കാതെ വികാരമായി മാറിയത്. വെറും ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയത് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഭരണകക്ഷിയായ ബിജെപിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവർ എണ്ണത്തെ പോലും മറികടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ദേശീയ മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഇതിനെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങി. ഇത് ഇനിയൊരു സോഷ്യൽ മീഡിയ തമാശയല്ല, യുവജന മനോഭാവത്തിന്റെ, അടക്കിവെച്ച യുവജനതയുടെ പ്രതിഷേധത്തിന്റെ, പൊട്ടിത്തെറിയുടെ രാഷ്ട്രീയ പ്രകടനമാണെന്ന് വ്യക്തമായി. ഇത്തരമൊരു പ്രസ്ഥാനം അടിച്ചമർത്താൻ ശ്രമമുണ്ടാകുന്നതിന്റെ പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഇന്ന് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. കോടിക്കണക്കിന് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ഡിജിറ്റൽ പ്രസ്ഥാനം വളരുന്നത് ഏത് അധികാര കേന്ദ്രത്തെയും അസ്വസ്ഥരാക്കും. പ്രത്യേകിച്ച് പരമ്പരാഗത പാർട്ടികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു കൂട്ടായ്മയാണെങ്കിൽ അതിന്റെ സ്വാധീനം കൂടുതൽ ഭീഷണിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു, എക്സ് അക്കൗണ്ടുകൾ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ വിവാദമാകുന്നത്. അതിനു പുറമെ സ്ഥാപകനെതിരെ വധഭീഷണി പോലും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികരിക്കുന്നവനെ, സത്യം പറയുന്നവനെ കൊന്നൊടുക്കുന്ന അധികാരവർഗം ആട്ടിൻതോൽ വലിച്ചുകീറി സ്വയം ചെന്നായിയുടെ രൂപം പ്രാപിക്കുകയാണ് പാറ്റയെ കൊന്നൊടുക്കാൻ. പക്ഷേ കൊല്ലുന്നിടത്തൊക്കെ 1000 യുവത പാറ്റയായി രൂപാന്തരം പ്രാപിക്കുകയാണെന്നതാണ് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്ന വാസ്തവം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പരാജയത്തെയും തുറന്നു കാട്ടുന്നു എന്നതാണ്. വർഷങ്ങളായി യുവജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വലിയ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ ശൂന്യതയാണ് ഇപ്പോൾ ഒരു മീം രാഷ്ട്രീയ പ്രസ്ഥാനം നികത്തുന്നത്. യുവാക്കൾക്ക് ഇന്ന് വലിയ പ്രസംഗങ്ങളെക്കാൾ സത്യസന്ധമായ പ്രതികരണങ്ങളാണ് വേണ്ടത്. കോക്രോച്ച് ജനതാ പാർട്ടി അതാണ് നൽകുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ അതോ സോഷ്യൽ മീഡിയ തരംഗമായി മാത്രം അവസാനിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. എന്നാൽ ഒരു സത്യം വ്യക്തമാണ്, ഇന്ത്യയിലെ യുവാക്കളുടെ ഉള്ളിലെ അസ്വസ്ഥതയും കോപവും രാഷ്ട്രീയ അവഗണനയുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഇന്ധനം. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അതൊരു പ്രതിഷേധത്തിന്റെ തീനാളമാണ്. ഞങ്ങളെ ആരും കേൾക്കുന്നില്ല എന്ന യുവതലമുറയുടെ നിലവിളിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്താനുള്ള ഓരോ ശ്രമവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കാരണം ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ കഴിയും, ഒരു പേജ് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു യുവതലമുറയുടെ നിരാശയെ, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയെ അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കില്ല.